പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. 1 തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. പൗലോസ് തിമത്തിയോസിന് 2 കത്തുകൾ എഴുതുന്നു. ഈ 2 കത്തുകളിലും തിമത്തിയോസിനെ 2 വിധങ്ങളിലാണ് സംബോധന ചെയ്തിരിക്കുന്നത്. 1-ാമത്തെ കത്തിൽ പറയുന്നു വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്തിയോസ്. 2-ാം കത്തിൽ പറയുന്നു പ്രിയ മകനായ തിമത്തിയോസ്. എന്താണെങ്കിലും പൗലോസിന്റെയും തിമത്തിയോസിന്റെയും ബന്ധം എത്രത്തോളം ശക്തമാണ്, ആഴമാണ്, അതിന്റെ കാരണം യേശുവിൽ കൂടെയുള്ള ബന്ധമാണ് എന്നും വചനത്തിൽ കൂടെ ഗ്രഹിക്കാവുന്നതാണ്. പൗലോസിനോട് സഭയോടുള്ള ബന്ധത്തിൽ ധാരാളം ഉപദേശങ്ങൾ നൽകുകയാണ്. പ്രത്യേകിച്ച് 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ അന്യ ഉപദേശങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ദൈവഭക്തിയിൽ ക്രിസ്തീയ പഥ്യോപദേശത്തിൽ നിലനിൽക്കണമെന്ന് നിഷ്കർഷിക്കുകയാണ്. അതിന് വിപരീതമായി പണം സമ്പാദിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ ആദായം എന്ന് പറയുന്നത് തൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തിയാണെന്നും അതിന് വിപരീതമായി സമ്പത്തിന് വേണ്ടി ഓടിയാൽ ദൈവകൃപ നഷ്ടപ്പെടുമെന്നും പൗലോസ് ശക്തമായി ഈ ഭാഗത്ത് തിമത്തിയോസിനെ ഉപദേശിക്കുകയാണ്. അന്ന് സഭയിലും ചുറ്റുപാടിലും നിലനിന്ന സാമൂഹിക വ്യവസ്ഥിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് ശക്തമായ താക്കീതും ഉപദേശവും നൽകുകയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. അതെ, ഇത് മനുഷ്യനെ വല്ലാതെ കാർന്നു തിന്നുന്ന ആധുനിക രോഗമെന്ന് വിളിക്കപ്പെടുന്ന ക്യാൻസറിനെക്കാട്ടിലും ഭീകരമായ അവസ്ഥയിലേക്ക് തള്ളിയിടുന്നു. ഇത് കാംക്ഷിച്ചിട്ട്, ഈ ദ്രവ്യാഗ്രഹം കാംക്ഷിച്ചിട്ട് മനുഷ്യർ വിശ്വാസം വിട്ടുഴന്നിട്ട് അനേക ദുഃഖങ്ങൾക്ക് പാത്രീഭൂതരായി തീരുകയാണ്. ഓർക്കണം, നമ്മുടെ പ്രയോറിറ്റി മാറുന്നു. വിശ്വാസത്തെക്കാളും ദൈവവചനത്തെക്കാളും യേശുക്രിസ്തുവിനേക്കാളും നിത്യതയെക്കാട്ടും പണം, ഈ ലോകത്തിന്റെ ജീവനം നമ്മെ വല്ലാതെ അലട്ടുമ്പോഴാണ് വിശ്വാസം തള്ളപ്പെടുന്നതും തഴയപ്പെടുന്നതും പിന്നിലേക്ക് ആക്കപ്പെടുന്നതും. ഈ അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആരെയും നോക്കണ്ട, നമ്മളെ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് പണത്തോടുള്ള ആസക്തി എത്രത്തോളമുണ്ട്, എങ്ങനെയാണ്? 1 തിമത്തിയോസ് 6-ാം അധ്യായം നിശ്ചയമായും എന്നെ കേൾക്കുന്നവർ ഇന്ന് വായിക്കുവാൻ ശ്രമിക്കണം. നമുക്ക് പണത്തിനോടുള്ള താല്പര്യം, മുൻഗണന എത്രത്തോളമാണ്? ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വേണം, പണമില്ലാതെ ജീവിക്കുവാൻ കഴിയുകയില്ല.
പണം നമുക്ക് അത്യന്താപേക്ഷിതമാണ്, നിശ്ചയമായും ആവശ്യമാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലും ഈ ലോകത്തായിരുന്നപ്പോഴും കരമുൾപ്പെടെ യേശു അണച്ചു. അവിടെയൊക്കെ പണം തന്നെയാ ഉപയോഗിച്ചത്. പക്ഷേ പണം നമ്മെ ഭരിക്കുന്ന നിലയിലേക്ക്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആത്മീയ ജീവിതങ്ങളെയും വിലക്കെടുക്കുന്ന അനുഭവത്തിലേക്ക് മാറിയാൽ പണം ഒരു വലിയ ശാപമായി, വചനം ഇന്ന് വായിച്ചു കേട്ടതുപോലെ ദോഷത്തിന് കാരണമായി തീരും. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, വള്ളം പോകാൻ വെള്ളം ആവശ്യമാണ്, എന്നാൽ വെള്ളം വള്ളത്തിൽ കയറിയാൽ വള്ളം മുങ്ങിപ്പോകും. ഇത് തന്നെയാണ് പണവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നമുക്ക് അനുദിന ജീവിതത്തിന്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്, ഭക്ഷണത്തിന്, എന്തിന്, ആത്മീയ കാര്യങ്ങൾ നടക്കേണ്ടതിന്, സുവിശേഷ വേല ചെയ്യേണ്ടതിന് പണം ആവശ്യമാണ്. പക്ഷേ ആ പണമാണ് നമ്മുടെ മുഖ്യമെങ്കിൽ, ലക്ഷ്യമെങ്കിൽ, ഒന്നാമത്തെ ചിന്തയെങ്കിൽ സുവിശേഷ വേലയും മുങ്ങും, കുടുംബവും മുങ്ങും, വിശ്വാസ ജീവിതവും മുങ്ങും, അനേക ദുഃഖത്തിന് കാരണമാകും. നമ്മുടെ മുമ്പിൽ അനേക തെളിവുകളുണ്ട്. ആരാധിക്കുവാൻ സമയമില്ല, ദൈവാലയത്തിൽ പോകുവാൻ സമയമില്ല, സഭയിൽ ഒരു കൺവെൻഷൻ വെച്ചാൽ പോകാൻ സമയമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ജോലി ചെയ്യുന്ന കൂടാതെ ഓവർ ടൈമും അവധി ദിവസങ്ങളും, അത് കൂടാതെ മറ്റു പലയിടങ്ങളിലും ജോലിക്ക് പോവുകയാണ്. അങ്ങനെ പണം ഉണ്ടാക്കി അവസാനം നമ്മുടെ മക്കൾ തന്നെ അത് ദുർവിനിയോഗം ചെയ്യുന്നു. നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ, വേണ്ട നല്ല വസ്ത്രം ധരിക്കാതെ, വിശ്രമ ജീവിതം എടുക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നമ്മുടെ മക്കൾ ധൂർത്തടിക്കുക മാത്രമല്ല, അവർ ദൈവത്തിൽ നിന്നും, ദൈവാലയത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും അനേക മൈലുകൾ ദൂരെയായി ഇന്നത്തെ ലോകത്തിന്റെ അടിമകളായി മാറുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം മറക്കരുത്. വിശ്വാസ ജീവിതം വിട്ടുഴന്ന് അനേക ദുഃഖത്തിന് കാരണമായി തീരുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നമുക്കൊന്നിച്ച് സ്വയം ശോധന ചെയ്ത് ഉത്തരം കണ്ടെത്താം. ഇന്ന് 2024 സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച നാം കടന്നു പോകുന്ന നിരവധി അനവധി പ്രശ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും പിന്നിൽ പണം ഒരു കാരണമാണോ എന്ന് പറഞ്ഞാൽ, പണം നമ്മുടെ കയ്യിൽ കുറവായിട്ടുള്ളതും പണമില്ലാത്തതുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പണത്തിനു വേണ്ടി നാം നടത്തിയ കുതന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, കുറുക്കുവഴികൾ, എന്തും ചെയ്യുവാനുള്ള ചില വ്യഗ്രതകൾ, പണമുണ്ടാക്കുവാനും നേടുവാനും ആരെയും ചതിക്കുന്ന സ്വഭാവങ്ങൾ, ഇങ്ങനെ ഉള്ളതുകൊണ്ടാണോ ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ ഒരു കാരണം? അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ നിലയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഏറ്റു പറയുകയും വേണം. ആ വ്യക്തിയുമായി പോയി സെറ്റിലാവണം. അർഹമല്ലാത്ത പണം നിങ്ങളുടെ കരങ്ങളിലുണ്ടോ? അനാവശ്യമായി നേടിയതുണ്ടോ? അവയൊന്നും നമുക്ക് ഗുണം ചെയ്യുകയില്ല പ്രിയമുള്ളവരെ. അത് ദോഷത്തിന് കാരണമായി തീരും, ദുഃഖത്തിന് കാരണമായി തീരും. ഈ അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി ഈ നിലയിൽ ദുഃഖത്തിന് കാരണക്കാരായി തീരരുത്. പണമെന്നല്ല, എന്തു വന്നാലും വിശ്വാസ ജീവിതം
വിട്ടുഴന്നു പോകുവാൻ ഇടയാവരുത്. ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി തീരരുത്. നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. അതുകൊണ്ട് ജോലി ചെയ്യുകയും പണം സമ്പാദിക്കുകയും വേണ്ട എന്നല്ല ഉദ്ദേശിച്ചത്. പണമാകരുത് ജീവിതത്തിന്റെ ലക്ഷ്യം. എങ്ങനെയും പണം നേടാം എന്നുള്ളതാവരുത് 24 മണിക്കൂറും ചിന്തിക്കുന്നത്. നമുക്ക് ലഭിക്കപ്പെട്ട പണവും കഴിവും സമ്പത്തും കുടുംബവും അനുഗ്രഹങ്ങളും താലന്തുകളും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം അറിയാത്തതൊന്നും എന്നിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കരങ്ങളിൽ ഉണ്ടാവരുത്. ഈ ഒരു ബോധ്യത, തിരിച്ചറിവ്, അത് പാലിക്കുവാനുള്ള വ്യഗ്രത എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നാം ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ഒഴിഞ്ഞ് നാം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുന്നവരായിത്തീരും. ഇന്ന് പകൽ ഒരു സ്വയം ശോധനയ്ക്ക് സമയം കണ്ടെത്താം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണം എന്റെ പണത്തോടുള്ള ആഭിമുഖ്യമായിരുന്നോ? പണം എന്നുള്ള ലക്ഷ്യം ആയിരുന്നോ? അതാണോ എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്? എന്റെ മകനെ, എന്റെ മകളെ ഭാവി നഷ്ടപ്പെടുന്ന വിധത്തിൽ ശാപഗ്രസ്തമായ അവസ്ഥയിൽ എത്തിച്ചത്, കുടുംബജീവിതം തകർത്തത്, എന്റെ സന്തോഷകരമായ ജീവിത ദിവസങ്ങൾ പിച്ച് ചീന്തിയത്? അവരോട് ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ വിനയപ്പെടുക, സമർപ്പിക്കുക, യഥാസ്ഥാനപ്പെടുക, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക. ഈ നാളുകളിൽ നാം ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുമ്പോൾ സന്തോഷകരമായ ജീവിതത്തിന്റെ ഉടമകളായിത്തീരും. ദൈവം നമുക്ക് നൽകിയത് എന്തും അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ് എന്നുള്ള കാര്യം മറക്കരുത്. എല്ലാത്തിനും നാം ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആ നാളുകളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാകുവാൻ കർത്താവ് ഇന്ന് രാവിലെ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുക. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടെ, വിവിധങ്ങളായിട്ടുള്ള വൈതരണിയിൽ കൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ കേട്ട ഈ വിഷയം അതിന് കാരണമാകുന്നുണ്ടോ എന്ന് ശോധന ചെയ്ത് ഉറപ്പുവരുത്തി, കുറവുണ്ടേ എന്ന് തോന്നിയാൽ അതിനുള്ള പ്രതിവിധി കണ്ടിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കുക. ഒരു പുതിയ ജീവിതത്തിന് നന്ദി കുറിക്കുക. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ. അതെ, എന്തെല്ലാം വന്നാലും വിശ്വാസ ജീവിതം വിട്ടുഴന്നു പോകാതെ, ബഹുദുഃഖങ്ങൾക്ക് അടിമകളാകാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, അപ്പാ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പരിപൂർണ സമർപ്പണത്തോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽപ്പിന് പണം ആവശ്യമാണെങ്കിലും സകലത്തിനെക്കാട്ടിലും മുൻസ്ഥാനം പണത്തിന് നൽകുമ്പോൾ ദ്രവ്യാഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായി വന്നു കയറുമ്പോൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതം വിട്ടുഴലുമെന്നും ഞങ്ങൾ ബഹുവിധ ദുഃഖങ്ങൾക്ക് അടിമകളായി തീരുമെന്നും പൗലോസിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാനും കുറവുകൾ സമ്മതിച്ച് ഏറ്റുപറയുവാനും വചനം പറയുന്ന പ്രതിവിധി കണ്ടെത്തി അതിൽ നിന്ന് മുക്തി നേടി കർത്താവിലൂടെയുള്ള സന്തോഷത്തിൽ ജീവിപ്പാനും, കർത്താവിൽ കൂടെയുള്ള ഭക്തിയാണ് യഥാർത്ഥ ആദായമെന്ന് ചിന്തിച്ച് ദൈവകൃപയോടെ ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെ, വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ ദിനമാക്കി തീർക്കണം.
സ്വർഗീയ കൃപകളാൽ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ എന്തെല്ലാം വന്നാലും, ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസവും വന്നാലും, ദ്രവ്യാഗ്രഹത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാതെ കർത്താവിനും ദൈവവചനത്തിനും മുൻസ്ഥാനം കൊടുത്ത്, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും വിശ്വാസ ജീവിതത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകാതെ ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ സ്വർഗീയ മഹിമയാൽ സൂക്ഷിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ ഐശ്വര്യങ്ങളും നിങ്ങളുടെ മേൽ തമ്പുരാൻ വർഷിപ്പിച്ച് ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.